ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല തനി നാടൻ സ്റ്റൈലിൽ കണവ അഥവാ കൂന്തൽ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കറി കുറച്ച് മുൻപിൽ കിട്ടിയാൽ ഒരു പ്ലേറ്റ് ചോറ് ഷടേന്നങ്ങ് തീരും. അതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം. അതിനായിട്ട് 1/2 കിലോ കണവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴുകി റെഡിയാക്കി വെള്ളുമ്പോൾ ഒരു 300-350 ഗ്രാം ഒക്കെ കാണും. നമുക്ക് കണവ റോസ്റ്റ് റെഡിയാക്കാനായിട്ട് ചെറിയ ഉള്ളി കുഞ്ഞ് പീസാക്കി അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, 2-3 പച്ചമുളക്, കറിവേപ്പില, അതിൻ്റെ കൂടെ മസാലയ്ക്കായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1 നുള്ളു ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടിയും എടുത്ത് വയ്ക്കുക. പാൻ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വഴട്ടിയെടുക്കണം. അതിന് ശേഷം വേണം പച്ചമുളക് ഇടാൻ. ഇത് ഒരുമിച്ചിട്ട് ആദ്യം ഇളക്കരുത് കേട്ടോ, കരിഞ്ഞു പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് മൂത്തതിന് ശേഷം അതിലേക്ക് കൊച്ചുള്ളി ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകും വരെ ഇളക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളിട്ട് വഴറ്റിയെടുക്കണം. മസാലയുടെ പച്ചമണം മാറുമ്പോൾ വേണം നമ്മളതിലേക്ക് കൂന്തലിട്ട് കൊടുക്കാൻ. പിന്നെ മുളകും ഉപ്പും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണം ചേർക്കാൻ കേട്ടോ. അത് കാരണം പലരുടെയും ടേസ്റ്റ് വേറെയില്ല. ചിലർക്ക് എരിവൊന്നും അധികം പിടിക്കത്തില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് വെള്ളം നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല, കാരണം ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഇറങ്ങും. അങ്ങനെ ഇതൊരു 10 മിനിറ്റ് നേരം പാൻ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ആവിയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. നല്ല അടിപൊളി മണവും വരും. അങ്ങനെ നമ്മുടെ കണവ റോസ്റ്റ് അപ്പോഴത്തേന് റെഡി ആയിരിക്കും. പിന്നെ നമുക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ആണെങ്കിൽ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നല്ല സംഭവം നല്ല ജോറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടത് ഇഷ്ടമാവുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നിടം വരേക്കും ബൈ.